നമ്മൾ വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു രാഷ്ട്രപതി ഭവനിലേക്ക് പോയ നരേന്ദ്രമോദിയും സഖ്യകക്ഷി നേതാക്കളെയും ദ്രൗപദി മുർമുവിനെ കണ്ടു നരേന്ദ്രമോദി. മൂന്നാം വട്ടവും സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. പിന്തുണ കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നരേന്ദ്രമോദി കൈമാറി. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദിക്ക് കൂടെ സഖ്യകക്ഷി നേതാക്കളും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ജിതിൻ റാം മാഞ്ചിയും പവൻ കല്യാണും അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണ കത്ത് അത് രാഷ്ട്രപതിക്ക് കൈമാറി നരേന്ദ്രമോദി. രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നതിന് മുൻപ് മുതിർന്ന ബിജെപി നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷിയും അതോടൊപ്പം തന്നെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതിയിലെത്തി കണ്ടിരുന്നു. ഇന്ന് രാവിലെ ചേർന്ന NDA സഖ്യകക്ഷികളുടെ യോഗമാണ് നരേന്ദ്രമോദിയെ മൂന്നാം വട്ടവും NDAയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തത്. വികസിത ഭാരതമാണ് ലക്ഷ്യമെന്നും തന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് പാവപ്പെട്ടവരുടെ ഉന്നമനമാണ്, രാജ്യത്തിന്റെ ഉന്നമനമാണ്. രാജ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കുക, അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കും. ആ ഒരു സ്വപ്നം മാത്രമേ നരേന്ദ്രമോദിക്കുള്ളൂ എന്നാണ് NDA പാർലമെന്ററി യോഗത്തിൽ മോദി പറഞ്ഞത്. प्रधानमंत्री का होता है, प्रधानमंत्री नरेंद्र मोदी ये फैसला करेंगे कि मंत्रिमंडल में कौन से सहयोगियों को അറിയേണ്ട കാര്യങ്ങൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തും, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെയായിരിക്കും, സഖ്യകക്ഷികൾക്കുള്ള വിഭജനം അതെങ്ങനെയായിരിക്കുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ക്യാബിനറ്റ് മന്ത്രി പദവും സ്പീക്കർ സ്ഥാനവും ഒക്കെ തെലുങ്കുദേശം പാർട്ടിയും JDUവും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളായ ധനകാര്യം, ആഭ്യന്തരം, പ്രതിരോധം തുടങ്ങിയവ കൈമാറില്ല എന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. അർജുൻ പിതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ പറയൂ. ആര്യ, ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി ദ്രൗപദി മുർമുവിനെ നേരിട്ട് കണ്ടെത്തിക്കുന്നു. മാത്രമല്ല സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സഖ്യകക്ഷി നേതാക്കൾ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദിയെ BJPയെ പിന്തുണയ്ക്കുന്നു, NDAക്കൊപ്പമാണ് എന്നുള്ള തരത്തിലുള്ള പിന്തുണക്കത്തടക്കം ഇതിനോടകം തന്നെ രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നരേന്ദ്രമോദിയെ ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവ് എന്ന രീതിയിൽ BJP നേതാവിനെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രപതി ഔദ്യോഗികമായി ക്ഷണിക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അല്പം മുൻപായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് NDA സഖ്യകക്ഷി നേതാക്കൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുകയും ഒപ്പം തന്നെ ഈ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്തുണ കത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാകാനായിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ രാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി, സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനോടകം എന്തായാലും 9-ാം തീയതി തന്നെ, ഞായറാഴ്ച തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. നേരത്തെ മുതിർന്ന നേതാക്കളടക്കം എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, അതുപോലെ തന്നെ രാംനാഥ് കോവിന്ദ് അടക്കമുള്ള നേതാക്കളുടെ വസതിയിലെത്തി ഒപ്പം അവരുടെ എല്ലാം അനുഗ്രഹം നേടി അവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു നരേന്ദ്രമോദി മറ്റ് നേതാക്കൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയത്. അതിനു മുമ്പും ശരി അർജുൻ, നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു കഴിഞ്ഞു. സർക്കാർ രൂപീകരിക്കാനുള്ള പിന്തുണ കത്ത്, സഖ്യകക്ഷികളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ആഘോഷമായി മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. നമുക്ക്